വെയിൽ പോലുമില്ല, പക്ഷേ ശരീരം ചൂടാകുന്നു. കൈകാലുകളിൽ കത്തുന്ന പോലെ തോന്നുന്നുണ്ടോ? രാത്രിയിൽ ഉറക്കം ശരിയാകുന്നില്ലേ? കോപം കൂടുന്നുണ്ടോ? വായിൽ പുണ്ണ് വരാറുണ്ടോ? പലരും ഇത് ചെറിയ ചൂട് എന്ന് കരുതി അവഗണിക്കും. പക്ഷേ ആയുർവേദം പറയുന്നത് ശരീരോഷ്മാവ് കൂടുന്നത് ശരീരത്തിൻ്റെ ഒരു മുന്നറിയിപ്പാണ്. ശരീരോഷ്മാവ് വർദ്ധിക്കുന്നത് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്: പനി, ഹൈപ്പതേർമിയ. ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങൾ അണുബാധയോട് പ്രതികരിക്കുമ്പോഴോ അല്ലെങ്കിൽ പുറമേ നിന്നുള്ള ചൂട് ശരീരത്തിന് നിയന്ത്രിക്കാനാകാതെ വരുമ്പോഴോ ശരീരതാപം ഉയരും. പ്രധാന കാരണങ്ങൾ: അണുബാധ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ. ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയ അണുബാധകളെ ചെറുക്കാൻ ശരീരം സ്വാഭാവികമായി താപനില ഉയർത്തും. അതിനാലാണ് പനി വരുന്നത്. അമിതമായ വെയിലും ചൂടും. കഠിനമായ വെയിലത്ത് ജോലി ചെയ്യുക, തുടർച്ചയായി യാത്ര ചെയ്യുക, അമിതമായി വ്യായാമം ചെയ്യുക, ഇവ ശരീരത്തെ ചൂടാക്കും. നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ. ശരീരത്തിൽ വെള്ളം കുറയുമ്പോൾ വിയർപ്പ് കുറയും. അപ്പോൾ ശരീരത്തിന് സ്വയം തണുപ്പിക്കാൻ കഴിയില്ല. ഹോർമോൺ വ്യതിയാനങ്ങൾ, ഹൈപ്പതൈറോയിഡിസം അല്ലെങ്കിൽ മെനോപോസ് പോലുള്ള അവസ്ഥകളിൽ ശരീരോഷ്മാവ് കൂടാം. ചില മരുന്നുകൾ, ചില ആൻറ്റിബയോട്ടിക്കുകളും BP മരുന്നുകളും ശരീരതാപം കൂട്ടാൻ കാരണമാകും. ശക്തമായ ശാരീരിക അധ്വാനം, അമിതമായ വ്യായാമം, ഉറക്കക്കുറവ് ശരീരത്തിൽ കൂടുതൽ ചൂട് ഉണ്ടാക്കും. ആയുർവേദത്തിൽ ഇതിനെ പിത്തദോഷവർദ്ധനം എന്ന് പറയുന്നു. ശരീരത്തിലെ അഗ്നി അമിതമായി ഉയരുമ്പോൾ ശരീരം ചൂടാകും, മനസ്സ് അസ്വസ്ഥമാകും, കോപം കൂടും, ഉറക്കം കുറയും, മുഖത്ത് ചൂട് അനുഭവപ്പെടും. പിത്തം കൂടാനുള്ള കാരണങ്ങൾ: അധികം സ്പൈസി ഫുഡ് കഴിക്കുക, എണ്ണയിൽ വറുത്ത ഭക്ഷണം, ഫാസ്റ്റ് ഫുഡ് കഴിക്കുക, ഉറക്കക്കുറവ്, കോപം, മാനസിക സമ്മർദ്ദം. ശരീരോഷ്മാവ് കൂടുമ്പോൾ കാണുന്ന ലക്ഷണങ്ങൾ: നിങ്ങൾക്ക് ഇതിൽ ചിലതുണ്ടോ? കണ്ണിൽ ചൂട്, വായിൽ പുണ്ണ്, അസിഡിറ്റി, തലവേദന, ശരീരക്ഷീണം, അമിതദാഹം, കോപം കൂടുക, ഉറക്കമില്ലായ്മ, കൈകാലുകളിൽ ബേണിംഗ് സെൻസേഷൻ, സ്കിൻ റാഷസ്. ഇവയെല്ലാം ശരീരം ബാലൻസ് നഷ്ടപ്പെട്ടതിൻ്റെ സൂചനകളാണ്. ശരീരോഷ്മാവ് കുറയ്ക്കാൻ ആയുർവേദ ടിപ്സ്: ധാരാളം വെള്ളം കുടിക്കുക. ദിവസം മുഴുവൻ ചെറിയ അളവിൽ വെള്ളം കുടിക്കുക. കൂളിംഗ് ഫുഡ്സ് കഴിക്കുക. വെള്ളരിക്ക, തണ്ണിമത്തൻ, ഇളനീർ, മോര്, നാരങ്ങ വെള്ളം, നെല്ലിക്ക, കുമ്പളങ്ങ ഇവ ശരീരത്തെ സ്വാഭാവികമായി തണുപ്പിക്കും. ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ: അധികം മുളക്, ഡീപ്പ് ഫ്രൈഡ് ഫുഡ്സ്, ബേക്കറി ഐറ്റംസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, പാക്കേജ്ഡ് ഫുഡ്സ്. ഇവ പിത്തം വർദ്ധിപ്പിക്കും. നല്ല ഉറക്കം. രാത്രി വൈകി ഉറങ്ങുന്നത് ബോഡി ഹീറ്റ് കൂടും. 10 മണിക്ക് മുൻപ് ഉറങ്ങാൻ ശ്രമിക്കുക. മനസ്സിനെ ശാന്തമാക്കുക. കോപം, സ്ട്രെസ്, ആൻസൈറ്റി ഇവ ശരീരത്തിലും ചൂട് ഉണ്ടാക്കും. പ്രാണായാമം, മെഡിറ്റേഷൻ, ചെറിയ നടത്തം വളരെ സഹായിക്കും. നെല്ലിക്ക പിത്തം കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ചന്ദനം ശരീരത്തിന് കൂളിംഗ് എഫക്റ്റ് നൽകും. മോര് പ്ലസ് ജീരകം ദഹനം മെച്ചപ്പെടുത്തി ഹീറ്റ് കുറയ്ക്കും. ചിറ്റമൃത് അല്ലെങ്കിൽ ഗിലോയ് ആയുർവേദത്തിൽ ഇമ്മ്യൂണിറ്റി ബാലൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. പക്ഷേ എല്ലാ ഔഷധങ്ങളും വ്യക്തിയുടെ ആരോഗ്യാവസ്ഥ നോക്കി മാത്രം ഉപയോഗിക്കണം. എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്? ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ ഡോക്ടറെ കാണണം. താപനില 103 ഡിഗ്രി ഫാരൻഹീറ്റിന് മുകളിൽ പോകുക, കഠിനമായ തലവേദന, ശ്വാസതടസ്സം, ആശയക്കുഴപ്പം, ശരീരത്തിൽ തടുപ്പുകൾ, അമിതക്ഷീണം. ഇത് സാധാരണ ബോഡി ഹീറ്റ് അല്ലാത്ത അവസ്ഥകളായിരിക്കാം. ശരീരം ചൂടാകുന്നത് ഒരു രോഗമല്ല, പക്ഷേ ശരീരം നിങ്ങളോട് സംസാരിക്കുന്ന ഒരു സൂചനയാണ്. ജീവിതശൈലി മാറ്റിയാൽ, ഭക്ഷണം ബാലൻസ് ആക്കിയാൽ, മനസ്സിനെ ശാന്തമാക്കിയാൽ ശരീരം വീണ്ടും സ്വാഭാവിക നിലയിലേക്ക് മടങ്ങും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യൂ. ഇത്തരത്തിലുള്ള ആയുർവേദ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.